ഗൈസ്, ഇന്ന് എന്താണെന്നോ പരിപാടി. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം രാവിലെ നമ്മുടെ ജിബ്രു കുട്ടനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുവന്നേക്കുവാണേ. അങ്ങനെ ആദ്യമായിട്ട് സൂചി കുത്തി ഇറക്കുന്നു എൻ്റെ ദേഹത്തോട്ട്. ഞാനാണ് മാറി നിന്നായിരുന്നു, കരയുന്ന കേട്ടപ്പോൾ ഓടി വന്നു. അവനിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഈ തള്ളയുടെ കൂടെ എന്തിനു വന്നാന്ന്. പാവത്തിനെ മടിയിൽ വെച്ച് കൊണ്ടുവന്നേച്ച് കുത്താൻ കൊണ്ട് കൊടുത്തു. പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് നമ്മുടെ വണ്ടി കേടായിട്ട് വഴിയെ കിടക്കുവാണ്. ഒന്ന് ഓഫ് ചെയ്ത് പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഓൺ ആയിട്ടില്ല. പിന്നെ നമ്മുടെ മയിൽ വാഹനത്തിന് എന്ത് പരിപാടി വന്നാലും ഇവർ അച്ഛനും മോനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്നത് പറ്റിയിട്ടില്ല. നമ്മുടെ മയിൽ വാഹനത്തിന് കാര്യമായി എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ആളെ വിളിച്ചിട്ട് അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും. പിന്നെ വന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. നമ്മുടെ രാവിലത്തെ പണികളെല്ലാം കിടക്കുവാണേ. നമ്മൾ രാവിലത്തെ കാപ്പി മാത്രം ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ പോയതായിരുന്നു. രാവിലെ ആടി തൂങ്ങി പണിയൊന്നും ചെയ്യാതെ പോയിട്ട് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കുന്ന ദിവസം എനിക്ക് ഇതുപോലുള്ള പണികളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞപ്പം എന്താ ഒരു സന്തോഷം. മഴ പെയ്താന്ന് പറയുമല്ലോ, അതുപോലത്തെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ പറയോ മഴയാന്ന്, വെയിൽ വരുമ്പോൾ പറയോ ചൂടാന്ന്. അങ്ങനെ ദാണ്ട് കുറേ മുട്ടകളൊക്കെ ഇവർ പറക്കി കളഞ്ഞിട്ടുണ്ട്. കേടായ മുട്ടകളൊക്കെ അതെല്ലാം അപ്പൂ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. നേരത്തെ ഈ പറക്കി കളയുന്ന മുട്ടയൊക്കെ ഞാൻ അവർക്ക് ഇവരുടെ കൂട്ടിൽ നിന്ന് താഴെ പോയത്. അതിനകത്ത് ഞാനെടുത്ത് ഏതെങ്കിലും കൂട്ടിലോട്ടൊക്കെ ഇടുമായിരുന്നു. അതേ സ്പീഡിൽ ഇവരെടുത്ത് എറിയുകയും ചെയ്യും. ഇവർക്ക് കേടാവുന്ന മുട്ട എടുത്ത് കളയുന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. വേറൊരു സന്തോഷ വാർത്ത, അങ്ങനെ കരണ്ടും പോയേക്കുവാണ്. പശുവിനെ കുളിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ഏതായാലും രാവിലെ മോട്ടർ ഇട്ടായിരുന്നു, അതുകൊണ്ട് ടാങ്കി വെള്ളമുണ്ട്. അങ്ങനെ അവർക്ക് വെള്ളവും തുളസിയിലൊക്കെ വെച്ച് കൊടുത്തു. ഇനി അങ്ങനെ തിനയിട്ട് കൊടുത്തു. തിന ലാസ്റ്റ് ഭാഗമായിരുന്നു പോയിട്ട് മേടിക്കണം. ഇനിയത്തെ പരിപാടി ഇവിടെയാണേ. ചണവും കുരിയിട്ട് ചാക്കിലാക്കി വെക്കും. അതാകുമ്പോഴത്തേന് ഇരുന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേന് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ കുഴിയിലോട്ട് വാരി ഇട്ടിട്ട് പിന്നെ അവിടുന്ന് കോരി ഇട്ടേച്ച് അത് ഉണക്കി എല്ലാം എടുക്കുമ്പോഴത്തേനുണ്ടല്ലോ ആകെപ്പാടെ പണിയാണ്, ഇരട്ടിപ്പണിയാണ്. അത് നല്ലത് ഉള്ളതാണ്. അപ്പം ചാക്കി കയറ്റി വെച്ചേക്കുവാണേലേ. ഇപ്പം മാളുക്കുട്ടി മാത്രമേ ഉള്ളല്ലോ, അപ്പം അധികം ചാണകമൊന്നുമില്ല. കോരി ആ ചാക്കിൻ്റെ അകത്തിട്ട് വെച്ചിട്ട് കുറച്ച് കിഴത്തയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം അതിൻ്റെ ആ വെള്ളവും പൊക്കോളും അവിടെ ഇരുന്ന് ഉണങ്ങുകയും ചെയ്യും. നമുക്ക് എന്തിനേലും ഇടുകയും ചെയ്യാം. പുറകെ പിന്നെ ഇറങ്ങണ്ട. ബക്കറ്റിൻ്റെ അകത്ത് കറ തിരിക്കുന്നുണ്ടോ? കറ എടുക്കാൻ പോകുന്ന ബക്കറ്റാണേ. ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് അതിൽ ഇങ്ങോട്ട് എടുത്തതേ. മാളുവിന് പിന്നെ ഡേറ്റ് എടുത്തേ. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഇന്ന് ഇറക്കി കിട്ടുന്നില്ല. പുല്ല് വരച്ചിട്ട് കൂട്ടി തന്നെ നിർത്താമെന്ന് ഓർത്തോണ്ടാണ്. അങ്ങനെ പുല്ല് പറിക്കൽ അപാരതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് കൊടുത്തിട്ട് അവളെ അകത്ത് കയറ്റി കെട്ടണം. നമ്മൾ എന്നാ ചെത്തിയിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങി നിന്ന് തന്നെ കടിച്ച് തിന്നിടത്തോളം ഇഷ്ടമൊന്നുമില്ല. അവൾ കുറേ പുല്ലെല്ലാം വേസ്റ്റാക്കി കളയും. ചെത്തിയിട്ട് കൊടുത്താൽ അവൾക്ക് ഇറങ്ങി നിന്ന് തിന്നുന്ന ഇഷ്ടം. വീണ്ടും പതിയെ ചാറാൻ തുടങ്ങി മഴ. അങ്ങനെ മാളുവിനെ കെട്ടി പുല്ലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട് ഇപ്പോഴേ. അപ്പോൾ പുക ഇട്ട് കൊടുത്തേക്കുവാണെങ്കിലേ അവളവിടെ നിന്ന് തിന്നോളൂ സുഖമായിട്ട്. ബക്കറ്റിൽ കോരിയുള്ള കുളിപ്പീരായതുകൊണ്ട് മാളുവിനെ നേരെ ഒന്നും തേച്ച് കുളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി കറണ്ട് വന്നിട്ട് വേണം ഓസ് ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തേച്ച് കുളിപ്പിക്കാൻ. ഇങ്ങനെ ഇപ്പം നിൽക്കട്ടെ. അങ്ങനെ വീണ്ടും വെയിലൊക്കെ തെളിഞ്ഞു. കറണ്ട് വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചാറ്റമഴയുണ്ട്. ഏതായാലും അർജു കുളി കഴിഞ്ഞു. ഇനി ജൂലിപ്പെണ്ണിനെയും കുട്ടൂസനെയും കുളിപ്പിക്കണം. കുരുപ്പിനെ ലാസ്റ്റേ കുളിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും കുളിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കുട്ടൂസൻ ഓടിക്കളഞ്ഞു. മഴയത്തെൻ്റെ പ്രതീക്ഷിക്കാതുള്ള മഴയായിരുന്നല്ലോ. ആ മഴയത്തേതാ എൻ്റെ തക്കാളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കോന്ന് പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. അവർക്ക് ഓരോ വള്ളിയൊക്കെ കെട്ടി അതിലെ ഒന്ന് ചാരി വിട്ടേക്കാൻ നേരെ പിടിച്ച് വരുവാണല്ലോ.
നോക്കിക്ക് ഏതാണ്ടൊക്കെ കടിച്ചെടുത്തോണ്ട് കുരുപ്പിന്റെ പോക്ക് ഇഞ്ചക്ഷന്റെ ആ സമയത്തുള്ള ഒരു പമ്മലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഇപ്പോൾ അവനതിൽ പാഞ്ഞ് നടക്കുക. മെനയും കുളിപ്പിക്കണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ മെനയെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ. അർജു കുളിയും കഴിഞ്ഞ് താണ്ട് വന്ന് നിൽക്കുന്നു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു, കരണ്ടും വന്നു. ഇനിയിപ്പോ ഇതാ കുറച്ച് സമയം ജിബ്രുകുട്ടന്റെ കൂടി ഇരിക്കാവേ. ഇന്നലെ അവന്റെ ഇപ്പൊ വേറെ ചെവി ചൊറിയുന്നുണ്ടായിരുന്നു. സൈക്കിൾ വേനോടി നിനക്ക് കുരുപ്പൻ കടിക്കൂടാ കടിച്ചാൽ ഞങ്ങളിപ്പം വേസ്റ്റൊക്കെ അവരുടെ അമ്മനെ എനിക്കിത് കിട്ടിയുള്ളൂ. അവിടെ കൊണ്ടുപോയി ഇതിന്റെ സൈക്കിള് കുഞ്ഞിപ്പല്ലെ ഉണക്കിയിരിക്കുന്നു. ഒപ്പി വെച്ചേരാതെ കുഞ്ഞിപ്പല്ല് പോവേ. അതെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.